ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അഫ്ളലുർ റുസുൽ ഖാതിമുൽ അംബിയാ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ അല്ലാഹു തുടർന്നു കൊണ്ടുപോയ ദീനിനെ അതിന്റെ കൺക്ലൂഷൻ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നിർവഹിച്ചത്. അതുകൊണ്ടാണ് ഇസ്ലാം ഇപ്പൊ ചിലരെങ്കിലും ഇപ്പോ ഇംഗ്ലീഷിലൊക്കെയാണ് അങ്ങനെ വരാറുള്ളത്. ഇസ്ലാം ഇസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇസ്ലാമിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് നബിതങ്ങളല്ല. ഇസ്ലാമിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് ആദം അലൈഹിസ്സലാം മുതൽ തുടങ്ങിയിട്ടുണ്ട്. ഇസ്ലാം വാസ് അക്കംപ്ലിഷ്ഡ്. ഇസ്ലാം പൂർത്തിയാക്കപ്പെട്ടു എന്ന് പറയാം നബിതങ്ങളിലൂടെ. അങ്ങനെയാണ്. ആ പൂർത്തിയായി എന്ന പ്രഖ്യാപനം തങ്ങൾക്ക് നുബുവത്ത് കിട്ടുന്നത് 40-ാമത്തെ വയസ്സിൽ അല്ലെ. അവിടെ മുതൽ 23 വർഷക്കാലം പൂർത്തിയാകുമ്പോൾ തങ്ങളുടെ വയസ്സ് 63. അവസാനത്തെ ഹജ്ജത്തുൽ വിദാഇൽ ഇന്ന് അറഫ മൈതാനത്ത് കാണുന്ന ഒരു കുന്നുണ്ട്, ജബലുർ റഹ്മ. അതിന്റെ താഴ്വാരത്ത് വെച്ചാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവസാനത്തെ ആയത്തിറങ്ങുന്നത്. സൂറത്തുൽ മാഇദയിൽ അല്ലാഹു പഠിപ്പിക്കുന്ന ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. ഇന്നത്തെ ഈ ദിവസത്തോടുകൂടെ അക്മൽതു ലക്കും ദീനക്കും, നിങ്ങളുടെ ദീൻ ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു. വഅത്മംതു അലൈക്കും നിഅമതി, എന്റെ അനുഗ്രഹങ്ങൾ മുഴുവനായി നിങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്. വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ജീവനോടെ ഭൂമിക്ക് മുകളിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാനുള്ള വഴി ഇസ്ലാമാണെന്ന് നിങ്ങൾക്ക് ഞാൻ തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുകയാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ടവർ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസുണ്ട്. സഹീഹുൽ ബുഖാരിയിലും സഹീഹ് മുസ്ലിമിലുമുണ്ട്. ഒരു ജൂതനായ മനുഷ്യൻ പറഞ്ഞു ഉമർ റളിയല്ലാഹു അൻഹുവിനോട്, യാ അമീറൽ മുഅ്മിനീൻ, ഉമർ തങ്ങളുടെ ഭരണകാലത്ത് എന്നർത്ഥം, അപ്പോഴാണ് അങ്ങനെ വിളിക്കുള്ളൂ, യാ അമീറൽ മുഅ്മിനീൻ, ആയത്തുൻ ഫീ കിതാബിക്കും തഖറഊനഹ, നിങ്ങളുടെ ഖുർആനിൽ നിങ്ങൾ ഓതുന്ന ഒരു ആയത്തുണ്ടല്ലോ, അത് ഞങ്ങൾ യഹൂദികൾക്കാണ് അവതരിച്ചിരുന്നത് എങ്കിൽ ആ ദിവസം ഞങ്ങൾ ആർഭാടപൂർവ്വം പൂർത്തിയാക്കി എന്ന് പ്രഖ്യാപിച്ച ദിവസമാണ് അറഫ ദിവസം. ഇക്മാലു ഹാദദ്ദീൻ, ശരീഅത്തുൽ ഇസ്ലാം അല്ലാഹു മഹാനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അഫ്ളലുർ റുസുൽ ഖാതിമുൽ അംബിയാ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ അല്ലാഹു തുടർന്നു കൊണ്ടുപോയ ദീനിനെ അതിന്റെ കൺക്ലൂഷൻ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നിർവഹിച്ചത്. അതുകൊണ്ടാണ് ഇസ്ലാം ഇപ്പൊ ചിലരെങ്കിലും ഇപ്പോ ഇംഗ്ലീഷിലൊക്കെയാണ് അങ്ങനെ വരാറുള്ളത്. ഇസ്ലാം ഇസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇസ്ലാമിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് നബിതങ്ങളല്ല. ഇസ്ലാമിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് ആദം അലൈഹിസ്സലാം മുതൽ തുടങ്ങിയിട്ടുണ്ട്. ഇസ്ലാം വാസ് അക്കംപ്ലിഷ്ഡ്. ഇസ്ലാം പൂർത്തിയാക്കപ്പെട്ടു എന്ന് പറയാം നബിതങ്ങളിലൂടെ. അങ്ങനെയാണ്. ആ പൂർത്തിയായി എന്ന പ്രഖ്യാപനം തങ്ങൾക്ക് നുബുവത്ത് കിട്ടുന്നത് 40-ാമത്തെ വയസ്സിൽ അല്ലെ. അവിടെ മുതൽ 23 വർഷക്കാലം പൂർത്തിയാകുമ്പോൾ തങ്ങളുടെ വയസ്സ് 63. അവസാനത്തെ ഹജ്ജത്തുൽ വിദാഇൽ ഇന്ന് അറഫ മൈതാനത്ത് കാണുന്ന ഒരു കുന്നുണ്ട്, ജബലുർ റഹ്മ. അതിന്റെ താഴ്വാരത്ത് വെച്ചാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവസാനത്തെ ആയത്തിറങ്ങുന്നത്. സൂറത്തുൽ മാഇദയിൽ അല്ലാഹു പഠിപ്പിക്കുന്ന ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. ഇന്നത്തെ ഈ ദിവസത്തോടുകൂടെ അക്മൽതു ലക്കും ദീനക്കും, നിങ്ങളുടെ ദീൻ ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു. വഅത്മംതു അലൈക്കും നിഅമതി, എന്റെ അനുഗ്രഹങ്ങൾ മുഴുവനായി നിങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്. വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ജീവനോടെ ഭൂമിക്ക് മുകളിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാനുള്ള വഴി ഇസ്ലാമാണെന്ന് നിങ്ങൾക്ക് ഞാൻ തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുകയാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ടവർ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസുണ്ട്. സഹീഹുൽ ബുഖാരിയിലും സഹീഹ് മുസ്ലിമിലുമുണ്ട്.
ഒരു ജൂതനായ മനുഷ്യൻ പറഞ്ഞു ഉമർ റളിയല്ലാഹു അൻഹുവിനോട്, യാ അമീറൽ മുഅ്മിനീൻ, ഉമർ തങ്ങളുടെ ഭരണകാലത്ത് എന്നർത്ഥം. അപ്പോഴാണ് അങ്ങനെ വിളിക്കുള്ളൂ, യാ അമീറൽ മുഅ്മിനീൻ, ആയത്തുൻ ഫീ കിതാബിക്കും തഖറഊനഹ, നിങ്ങളുടെ ഖുർആനിൽ നിങ്ങൾ ഓതുന്ന ഒരു ആയത്തുണ്ടല്ലോ, അത് ഞങ്ങൾ യഹൂദികൾക്കാണ് അവതരിച്ചിരുന്നത് എങ്കിൽ ആ ദിവസം ഞങ്ങൾ ആർഭാടപൂർവ്വം